ഡോക്ടർമാർക്ക് അന്ത്യശാസനവുമായി സംസ്ഥാന സർക്കാർ. അനുമതിയില്ലാതെ അവധിയെടുത്തവർ ഉടൻ സർവീസിൽ തിരികെ കയറണമെന്ന നിർദ്ദേശം. സമയപരിധിക്കുള്ളിൽ എത്താത്തവരെ പിരിച്ചുവിടും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, അന്ത്യശാസനവുമായാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഡോക്ടർക്കും മറ്റ് ജീവനക്കാർക്കും നൽകിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനധികൃതമായി അവധിയെടുത്ത് സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഡോക്ടർമാർക്കും ഒപ്പം ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കുമാണ് ഇത്തരത്തിൽ ഒരു അന്ത്യശാസനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും മഴ വർദ്ധിച്ചു വരുന്ന സാഹചര്യം, പല സ്ഥലങ്ങളിലും പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഡോക്ടർമാരുടെയും ഒപ്പം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും എണ്ണം കുറവാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി എത്രയും വേഗം അനധികൃതമായി അവധി എടുത്ത് മാറി നിൽക്കുന്ന ആളുകൾ തിരിച്ചെത്തണം എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജൂൺ 6-ന് മുമ്പ് ഇവർ തിരിച്ചെത്തണം. അല്ലാത്ത പക്ഷം ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുകയോ ചെയ്യുമെന്നുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നേരത്തെയും ഇത്തരത്തിൽ ഒരു സർക്കുലർ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ, അതായത് മൺസൂൺ സമയത്താണ് ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്ക് വലിയ തരത്തിലുള്ള ജോലി ഉണ്ടാവുക. ആ സമയത്ത് പലപ്പോഴും പല ആശുപത്രികളിലും ഡോക്ടർമാരുടെയും ഒപ്പം മറ്റ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും എണ്ണം കുറയുന്ന പതിവുണ്ട്. പ്രത്യേകിച്ചും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് സൂപ്പർവൈസർമാർ, ജൂനിയർ ഹെൽത്ത് സൂപ്രണ്ടുമാർ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ആളുകളുടെ ആവശ്യകതയുണ്ട്. ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരും കഴിഞ്ഞ കുറേ നാളുകളായി അനധികൃതമായി അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പലരും വിദേശത്തും മറ്റു അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലുമൊക്കെ പ്രാക്ടീസ് നടത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ മഴയുടെ കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് പകർച്ചവ്യാധി പടരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ജൂൺ 6-ന് മുമ്പ് ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റു ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും തിരിച്ചെത്തിയില്ല എങ്കിൽ കർശന നടപടിയുമായി മുന്നോട്ട് പോകും എന്ന മുന്നറിയിപ്പാണ് സർക്കിളിലൂടെ നൽകുന്നത്.